പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോയൽ റംബിൾ 2026 മെൻസ് റോയൽ റംബിൾ മത്സരം ആരംഭിക്കുന്ന സമയത്ത് ദ വിഷൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്പർ 2 എന്നുള്ള രീതിയിൽ റോയൽ റംബിളിലേക്ക് എൻട്രി നടത്തിയ ബ്രോൺ ബ്രേക്കറിനെ ആക്രമിച്ച ആ മാസ്ക്ഡ് വ്യക്തി അത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആ മുഖംമൂടിക്ക് പിറകിൽ ആരായിരിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു റൂമേഴ്സ് അല്ലെങ്കിൽ നമുക്ക് നിലവിൽ ലഭിക്കുന്ന ചില സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ദ വിഷൻ ടീമിലെ തന്നെ മറ്റൊരു മെമ്പറായ ലോഗൻ പോൾ ആണ് ഈ ഒരു ആക്രമണത്തിന് പിറകിലായിരിക്കാൻ സാധ്യത ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡിൽ ഇതിൻ്റെ ഒരു ഹിൻഡ് ഇട്ട് കാണിക്കുന്നുണ്ട്. അതായത് ലോഗൻ പോൾ ആണ് ആദ്യം എഴുന്നേറ്റ് നിന്ന് ബ്രോൺ ബ്രേക്കറിനെ ഈ റോയൽ റംബിൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ബ്രോൺ ബ്രേക്കർ വേണം ഈ റോയൽ റംബിൾ വിജയിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ബ്രോൺ ബ്രേക്കറിനെ ജയിപ്പിക്കണം എന്നുള്ളൊരു ബൂസ്റ്റ് നടത്തുന്നത്. എന്നാൽ ബ്രോൺ ബ്രേക്കർ രണ്ടാമത്തെ നമ്പറായിട്ട് വരുമ്പോൾ അത് മനസ്സിലാക്കിയ ലോഗൻ പോൾ ബ്രോൺ ബ്രേക്കറിനെ ആക്രമിച്ചുകൊണ്ട് ബ്രോൺ ബ്രേക്കറിനെ ഈ ഒരു ഫാക്ഷനിൽ നിന്ന് താഴത്തേക്ക് എത്തിക്കാനും ലോഗൻ പോളിന് മുകളിലേക്ക് കയറാനുമുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയാൻ സാധിക്കും. അവസാനത്തെ 4 റെസ്റ്റേഴ്സിൽ ലോഗൻ പോൾ റോയൽ റംബിളിൽ അവശേഷിച്ചതും ലോഗൻ പോളിൻ്റെ ഈ ആക്രമണ സാധ്യത വളർത്തുന്നതാണ് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലോഗൻ പോൾ ആണ് ഈ ഒരു ആക്രമണത്തിന് പിറകിൽ എന്നുള്ള ഒരു തിയറി നമുക്ക് കിട്ടുന്നത്. ലോഗൻ പോൾ ആക്രമിച്ച് ബ്രോൺ ബ്രേക്കറിനെതിരെ സ്റ്റോർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോഗൻ പോളിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ നെതിർ പൊസിഷനിലേക്ക് വരണം, ബ്രോൺ ബ്രേക്കറിനെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് നേരെ തിരിച്ച് ലോഗൻ പോളിനെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്ക് സ്റ്റോറി പോകാൻ വലിയ സാധ്യതകളാണ് ഉള്ളത്. സെത്താണോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. ഒരിക്കലും സെത്തായിരിക്കില്ല. കാരണം ആ ഒരു ഫിസിക്ക് കണ്ടിട്ട് സെത്തിൻ്റെ പോലെ തോന്നുന്നില്ല. പിന്നെ ആ ഒരു വ്യക്തി നിൽക്കുന്ന ഒരു രീതിയും കണ്ടിട്ട് സെത്തിൻ്റെ പോലെ തോന്നുന്നില്ല. ഇനി ഇത് സെത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മറ്റ് റെസ്ലേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം കാണിച്ച് അവസാനം ആ ഒരു മാസ്ക് ഊരുന്ന സമയത്ത് അത് സെത്താണെന്ന് കാണിച്ചാൽ അതിൽ നമുക്ക് പിന്നെ വേറൊന്നും പറയാൻ സാധിക്കില്ല. നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഹിൻസ് ഉപയോഗിച്ച് ലോഗൻ പോൾ ആയിരിക്കാം ഈ ഒരു ആക്രമണത്തിന് പിറകിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.